गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 13, 2024. ആത്മനിയന്ത്രണം എങ്ങനെ സാധ്യമാകും? അതിൻ്റെ ആവശ്യകത എന്താണ്? ഭഗവാൻ ഇന്ന് നമ്മളോട് വ്യക്തമായി വിശദീകരിക്കുന്നു. പ്രേമസ്വരൂപരെ, ദമം എന്നാൽ അർത്ഥമാക്കുന്നത് ബാഹ്യ അവയവങ്ങളുടെ നിയന്ത്രണം എന്നാണ്. ശമം എന്നാൽ ആന്തരിക അവയവങ്ങളുടെ നിയന്ത്രണവും. ശമം എന്ന വാക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. ഈ ആന്തരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ബാഹ്യ അവയവങ്ങൾ ഒരു പ്രശ്നവും നൽകുകയില്ല. അവ എളുപ്പത്തിൽ അയാളുടെ നിയന്ത്രണത്തിലായിത്തീരും. ആന്തരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരാളിൽ ബാഹ്യേന്ദ്രിയങ്ങൾ ധാരാളം കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ബാഹ്യമായതൊന്നും കാണരുത് എന്ന ശക്തമായ ബോധം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ കണ്ണുകൾ തുറന്നിരുന്നാലും ഒന്നും കാണുകയില്ല. ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്ര തന്നെ ആകർഷകമായിരുന്നാലും അയാൾ കഴിക്കുകയില്ല. ആന്തരികമായ ഇന്ദ്രിയങ്ങളാണ് ബാഹ്യ അവയവങ്ങളെ പ്രകോപിപ്പിക്കുക. ആന്തരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊരിക്കൽ സാധ്യമായാൽ ബാഹ്യമായതിനെയെല്ലാം എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകും. മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് അയാൾ ലൗകിക മണ്ഡലത്തിലായാലും ആത്മീയ മണ്ഡലത്തിലായാലും ഇന്ദ്രിയ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. ഈ ശിക്ഷണം നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യും. നല്ലതും ചീത്തയും സുഖകരവും അരോചകവുമായ അനുഭവങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ ഒരുവന് സാധിക്കുമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആകർഷണങ്ങൾ അയാളെ ബാധിക്കുകയില്ല. 1997 സമ്മർ കോഴ്സിൽ ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.